നമസ്കാരം. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്ന തരത്തിൽ വാർത്തകളും ചർച്ചകളും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. 15 കൊല്ലത്തെ MBBS വിദ്യാർത്ഥികളുടെ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇക്കാര്യം ഉറപ്പിച്ചു. അറസ്റ്റിലായ ജമ്മു കാശ്മീരിലെ അനന്തനാഗ് സ്വദേശിയായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് കാൺപൂരിലാണ്. കേരളത്തിൽ പഠിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ഇതേ പേരുകാരൻ പഠിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഇപ്പോഴും ജോലി ചെയ്യുകയാണ് ഇയാൾക്ക് തീവ്രവാദ ബന്ധമൊന്നുമില്ല. മാരനായ ഈ വിദ്യാർത്ഥിയുടെ ചിത്രം പല മാധ്യമങ്ങളും തെറ്റായി നൽകി. ഇതോടെ അതീവ ഗുരുതര സംഘർഷത്തിലേക്ക് ഈ ഡോക്ടർ പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികാരികൾ ഈ ഡോക്ടറെ ബന്ധപ്പെടുകയും പിഴവ് പുറം ലോകത്തെ അറിയിക്കുമെന്നും വിശദീകരിച്ചു. അതിനുശേഷമാണ് ഡോക്ടർക്ക് ആശ്വാസം വീണത്. തന്റെ ചിത്രം തീവ്രവാദിയുടേതായി പ്രചരിച്ചതോടെ അതീവ മാനസിക സംഘർഷത്തിലേക്ക് തിരുവനന്തപുരത്ത് പഠിച്ച അതേ പേരുകാരൻ എത്തി. ഫോൺ പോലും ഓഫ് ചെയ്ത് മാറി നിന്നു. പിന്നീട് മുൻപ് പഠിപ്പിച്ച അധ്യാപകർ ഈ വ്യക്തിയെ പലതരത്തിൽ ബന്ധപ്പെട്ടു. ഭയക്കേണ്ടതില്ലെന്നും കാര്യങ്ങളെല്ലാം സർക്കാരിനെ അറിയിച്ചെന്നും വിശദീകരിച്ചു. ഇതോടെയാണ് മാനസിക സംഘർഷത്തിൽ നിന്നും ആ വ്യക്തി മുക്തി നേടിയത്. ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് തീവ്രവാദ കേസിൽ അറസ്റ്റിലായ വ്യക്തി തിരുവനന്തപുരത്ത് പഠിച്ചെന്ന് തെറ്റായ വാർത്ത നൽകിയത്. പിന്നീട് ഇത് മലയാള മാധ്യമങ്ങളിലും എത്തി. ഇതിനൊപ്പം പ്രചരിച്ച ചിത്രവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. തിരുവനന്തപുരത്ത് പഠിച്ച ആരും ഈ കേസിൽ പെട്ടിട്ടില്ലെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണവും മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. UP കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിസ്റ്റന്റ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ്. ഇയാൾ MBBS പഠിച്ചത് തിരുവനന്തപുരത്താണെന്നായിരുന്നു തെറ്റായ വാർത്ത. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിഷയം പരിശോധിച്ചു. അപ്പോഴാണ് വസ്തുത തെളിഞ്ഞത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് സ്വദേശിയായ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ലെന്നും വ്യക്തമായി. കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരിഫിന്റെ കേരള ബന്ധവും NIA അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ എത്തി. ഇതിനിടെയാണ് ഈ വാർത്ത തെറ്റാണെന്ന നിഗമനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച കാൺപൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ദേശീയ അന്വേഷണ ഏജൻസിയും ആരിഫിനെ കസ്റ്റഡിയിലെടുത്തത്. ഹരീദാബാദ് വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിന്റെ ഭാഗമാണ് ആരിഫ് എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ആരിഫിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ സേനയുടെ പിടിയിലാകുമ്പോൾ ആരിഫ് ഉത്തർപ്രദേശിൽ കാൺപൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയലിന്റെ കാർഡിയോളജി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായിരുന്നു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട നവംബർ 9 അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാദിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ആരിഫിന്റെ പേര് പുറത്തു വന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും സ്ഥിരമായി ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആരിഫ് MBBS പഠിച്ചതും വടക്കേ ഇന്ത്യയിലാണ്. കാൺപൂരിൽ 4 മാസമായി ഇന്റർവെൻഷണൽ കാർഡിയോളജിയിൽ ന്യൂനതാ പരിശീലനം നടത്തി വരികയായിരുന്നു ആരിഫ്. കോളേജിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ കുറവ് മൂലം ക്യാമ്പസിന് പുറത്താണ് താമസിച്ചിരുന്നത്. ഹരീദാബാദ് അൽ ഹലാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷെറിൻ സിയാദുമായി ആരിഫിന് അടുത്ത ബന്ധമുണ്ട്. ഡോക്ടർ ഷെയ്ൻ സിയാദിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരിഫിലേക്ക് അന്വേഷണം എത്തിയത്. ഇൻവെൻഷണൽ കാർഡിയോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനായി ആരിഫ് 4 മാസം മുൻപാണ് കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ എത്തിയത്. മുൻപ് ഇതേ മെഡിക്കൽ കോളേജിലെ ലെക്ചററായിരുന്നു 43-കാരനായ ഡോക്ടർ ഷെറിൻ. ഡൽഹി ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളായ മൗലവി ഇർഫാൻ അഡ്മിൻ ആയിരുന്ന മെഡിക്കോസ് ഖിലാഫത്ത് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ 312 ഡോക്ടർമാർ ഉണ്ട്. ആരിഫും ഈ ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നാണ് സൂചന.